ഒടുവിൽ മുതിർന്ന മാപ്ര ഉണ്ണി ബാലകൃഷ്ണന് നേരം വെളുത്തു. അഥവാ കോൺഗ്രസിൻ്റെ വിലയിരുത്തൽ വിദഗ്ധനായിട്ടുള്ള കുഞ്ഞി ബാലകൃഷ്ണന് പിണറായി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ആവർത്തിച്ച് ലീഗിനുള്ളിലെ ജമാഅത്ത് ഇസ്ലാമി SDPI ബന്ധത്തെക്കുറിച്ച് പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് ഇപ്പോൾ പിടികിട്ടി. സംഘപരിവാറിന്റെ ഭീഷണി, ഹിന്ദുത്വയുടെ ഭീഷണി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മളെല്ലാം ഒന്നാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയിട്ട് ആ കൂട്ടായ്മയിലേക്ക് വളരെ സൂക്ഷ്മതയോടുകൂടി പറയുന്ന മതമൗലികവാദവും മതരാഷ്ട്രവാദവും കുത്തിത്തീരാൻ ചിലർ ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. അത് CPM-ന്റെ ഔദ്യോഗിക പൊസിഷനാണ് കേട്ടോ. അതുകൊണ്ടാണ് CPM ലീഗിനോട് ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. CPM എന്താ പറഞ്ഞിരിക്കുന്നത്? പ്രത്യേകിച്ച് പിണറായി വിജയൻ എന്താ പറഞ്ഞത്? നിങ്ങളുടെ പ്രസ്ഥാനത്തിനകത്തേക്ക് ജമാഅത്തുകൾ നുഴഞ്ഞു കയറി കഴിഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ ആശയങ്ങളെ അവർ തീരുമാനിക്കാൻ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ പരിപാടികളെ അവർ തീരുമാനിക്കാൻ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അത്തരത്തിൽ ഉള്ള മതമൗലികവാദികളുമായി കൈകോർക്കണോ എന്ന് ലീഗ് പോലൊരു രാഷ്ട്രീയ പ്രസ്ഥാനം ആലോചിക്കണമെന്നാണ് പിണറായി വിജയൻ പറഞ്ഞിട്ടുള്ളത്. അത് തന്നെയാണ് CPM പറഞ്ഞിട്ടുള്ളത്. കേട്ടോ, ഇതല്ലേ ലോക്സഭാ തെരഞ്ഞെടുപ്പും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ആവർത്തിച്ച് ഇടതുപക്ഷം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. MEG-7 വിവാദവുമായി ബന്ധപ്പെട്ട് ആ വിഷയത്തിൽ കൂടുതൽ ക്ലാരിറ്റി വരുത്തി സംസാരിക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? ലീഗും ന്യൂനപക്ഷവും എല്ലാം ലീഗിന്റെ അട്ടിപ്പേറാണ്. ന്യൂനപക്ഷം ഒന്നടങ്കം ലീഗിന്റെ കൊട്ടയിലായിക്കഴിഞ്ഞു, കോൺഗ്രസിന്റെ കൊട്ടയിലായിക്കഴിഞ്ഞു എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ പിണറായി വിജയനും CPM-ഉം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ലീഗ് ഉണ്ടാക്കിയിരിക്കുന്ന അപകടകരമായ കൂട്ടുകെട്ടിനെ കുറിച്ചാണ് വർത്തമാനം പറഞ്ഞിരുന്നു എന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെടാൻ ഇല്ലോളം വൈകിപ്പോയിരിക്കുകയാണ്. MEG-7 വിഷയം വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനെ സംബന്ധിച്ച് സംശയം ഉന്നയിച്ചിരിക്കുന്നത് ഇടതുപക്ഷമാണ്. നേരത്തെ അത്തരം സംശയങ്ങളും SDPI ജമാഅത്ത് ഇസ്ലാമി വർഗീയ സംഘടനകൾ സ്ഥാനാർത്ഥികളെ നിർത്താതെ ഒഴിവാക്കി കൊടുത്തുകൊണ്ട് ലീഗിൻ്റെ സ്ഥാനാർത്ഥിയെ വാരിപ്പുണരുമ്പോൾ, ഷോഫിക്ക് വേണ്ടി ഒന്നടങ്കം കളത്തിലിറങ്ങുമ്പോൾ അത് അപകടകരമായ രീതിയിൽ ലീഗിനുള്ളിൽ ന്യൂനപക്ഷ വിഭാഗത്തെ ഒന്നടങ്കം വർഗീയവൽക്കരിക്കുന്ന അവസ്ഥയിലേക്ക് പോവുകയാണ് എന്ന് സൂചന കൊടുത്തത് എന്തുകൊണ്ടാണെന്ന് ഇപ്പോഴെങ്കിലും ആ തിരുവാകൊണ്ട് മൊഴിഞ്ഞല്ലോ. ഇന്നലെ വരെ ഭൂരിപക്ഷ പ്രീണനത്തിന് വേണ്ടി ന്യൂനപക്ഷങ്ങളെ തള്ളിപ്പറയുകയാണ്. ലോക്സഭാ തിരഞ്ഞെടുപ്പിലേറ്റ പരാജയമാണ് കാരണമെന്ന് പറഞ്ഞ അതേ വകതിരിവില്ലാത്ത നാവുകൊണ്ട് ഈ വസ്തുത പറഞ്ഞതിൽ സന്തോഷമുണ്ട്. ഇപ്പൊ ഇവിടെ പ്രശ്നമുണ്ടാകാനുള്ള കാരണം വെച്ചാൽ ഈ പറയുന്ന മുസ്ലിം സമുദായത്തിൽ തന്നെ പെട്ടിട്ടുള്ള ഒരു വിഭാഗം MEG-7-ന്റെ പ്രവർത്തനങ്ങളിൽ ചില ആശങ്കകൾ ആദ്യം രേഖപ്പെടുത്തുന്നു. അതിന് തൊട്ട് പിന്നാലെ തളിപ്പറമ്പ് ഏരിയ സമ്മേളനവുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള CPM-ന്റെ P. മോഹനൻ ഒരു പ്രസംഗം നടത്തുന്നു. ആ പ്രസംഗമാണല്ലോ ഇപ്പോൾ യഥാർത്ഥത്തിൽ ഈ വിഷയത്തെ പൊതുസമൂഹത്തിന് മുമ്പിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞ എന്താണ്? ഈ പറയുന്ന നിരോധിത സംഘടനയായിട്ടുള്ള PFI-ലെ ചില വ്യക്തികൾ MEG-7-നുമായി ബന്ധപ്പെട്ടുണ്ടാക്കിയിരിക്കുന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ അഡ്മിൻ ആയിരിക്കുന്നു. ചില തരത്തിലുള്ള വിഭാഗീയ പ്രവർത്തനങ്ങൾ, മതമൗലികവാദ പ്രവർത്തനങ്ങൾ ആ സംഘടനയിൽ രൂപപ്പെട്ടു വരുന്നു. ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവനയാണ് P. മോഹൻ നടത്തിയിട്ടുള്ളത്. ഇന്ന് അദ്ദേഹം ഒരു ചാനലിന് നൽകിയിട്ടുള്ള അഭിമുഖത്തിൽ അതിനകത്തൊരു വ്യക്തത വരുത്തിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് തുടക്കത്തിൽ അതൊരു വ്യായാമ കൂട്ടായ്മയായിരുന്നു. സമീപകാലത്ത് ജമാഅത്ത് ഇസ്ലാമി, സംഘപരിവാർ, SDPI പോലുള്ള തീവ്രവാദ വിഭാഗങ്ങൾ ഇത്തരം പൊതു ഇടങ്ങളിൽ നുഴഞ്ഞു കയറുന്നു. അപൂർവം ചിലയിടങ്ങളിൽ ഇത്തരം നുഴഞ്ഞുകയറ്റം ശ്രദ്ധയിൽപ്പെട്ടു. അതിനെതിരായ പൊതുജാഗ്രത ഉണ്ടാകണമെന്ന മുന്നറിയിപ്പാണ് ഞങ്ങൾ സമൂഹത്തിന് നൽകുന്നത്. വളരെ കൃത്യമായ നിലപാടാണ് കേട്ടോ ഇത്. അദ്ദേഹം വളരെ വ്യക്തമായി പറയുന്നുണ്ട്, അപൂർവം ചിലയിടങ്ങളിൽ ഇത്തരം നുഴഞ്ഞുകയറ്റം ശ്രദ്ധയിൽപ്പെട്ടു എന്നാണ്. അതായത് MEG-7-ലെ മൊത്തം പരിപാടി ഇതാണ് എന്ന് P. മോഹൻ പറഞ്ഞിട്ടില്ല. CPM-ന്റെ അഭിപ്രായങ്ങളായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുമില്ല. അപൂർവം ചിലയിടങ്ങളിൽ ഇത്തരം ചില നുഴഞ്ഞുകയറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതിനെതിരായ പൊതുജാഗ്രത ഉണ്ടാകണമെന്ന മുന്നറിയിപ്പാണ് ഞങ്ങൾ സമൂഹത്തിന് നൽകിയത് എന്നുള്ളതാണ്. മതമൗലികവാദ ശക്തികൾ എവിടെയെങ്കിലും നുഴഞ്ഞു കയറുന്നുണ്ട് എങ്കിൽ, ഏതെങ്കിലും സംഘടനകളെ അവർ മതമൗലികവാദ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട് എങ്കിൽ, അതേ സംബന്ധിച്ച് എന്തെങ്കിലും സൂചനകൾ ലഭിക്കുന്നുണ്ട് എങ്കിൽ CPM പോലെ ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് അത് ജനങ്ങളോട് തുറന്നു പറയേണ്ടി വരും. അത്തരത്തിലൊരു തുറന്നു പറച്ചിൽ മാത്രമാണ് P. മോഹൻ ഈ കാര്യത്തിൽ നടത്തിയിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇങ്ങനെയുള്ള സംഭവങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ CPM എന്നല്ല, ഏത് രാഷ്ട്രീയ പ്രസ്ഥാനവും, മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന ഏത് രാഷ്ട്രീയ പ്രസ്ഥാനവും അത് പൊതുജന സമക്ഷം അവതരിപ്പിക്കണം എന്ന് തന്നെയാണ് എന്റെ നിലപാട്. എങ്കിൽ മാത്രമേ നമുക്ക് അക്കാര്യത്തിൽ ജാഗ്രത പുലർത്താൻ കഴിയൂ, വേണ്ട തരത്തിലുള്ള പ്രതിരോധങ്ങൾ ഏറ്റെടുക്കാനും കഴിയുള്ളൂ. ഇപ്പൊ ഇവിടെ ഈ പ്രശ്നം ഉണ്ടാകാൻ കാരണം എന്താണ്? നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പൊ സംഘപരിവാറിന്റെ രാഷ്ട്രീയം വളരെ ശക്തമായി വന്നുകൊണ്ടിരിക്കുന്നു. ആ ശക്തിയാർജിക്കുന്ന സംഘപരിവാർ രാഷ്ട്രീയത്തിനെതിരായിട്ട് ഒരു പ്രതിരോധം കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കിടയിലുള്ള എല്ലാ ഭിന്നതകളും മാറ്റിവെച്ച് നമുക്ക് ഒന്നിക്കാമെന്ന് മുസ്ലിം വിഭാഗം കരുതുന്നു. അങ്ങനെ മുസ്ലിം വിഭാഗം കരുതുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. മുസ്ലിം വിഭാഗത്തിനകത്ത് വിവിധ വിഭാഗങ്ങളുണ്ട്, വിവിധ തരത്തിലുള്ള ആശയങ്ങളെ പിന്തുടരുന്നവരുണ്ട്. ആ ആശയങ്ങളുടെ വേർതിരിവുകൾ വളരെ ശക്തവുമാണ് ആ വിഭാഗങ്ങൾക്കിടയിൽ. എന്നാൽ ആ വേർതിരിവുകൾ മുഴുവൻ മാറ്റിവെച്ചുകൊണ്ട് ഇപ്പോൾ ശക്തി പ്രാപിച്ചു വരുന്ന സംഘപരിവാറിനെതിരെ യോജിച്ചു കളയാം എന്ന് പറഞ്ഞിട്ട്, ഒറ്റക്കെട്ടായി കളയാം എന്ന് പറഞ്ഞു കഴിഞ്ഞ് ഒന്നിച്ചു വരുമ്പോൾ സത്യത്തിൽ അത് വളരെ പ്രോഗ്രസീവ് ആണെന്ന് ആദ്യം തോന്നും. കാരണം ഏത് തരത്തിലുള്ള മതവിഭാഗീയതയ്ക്കുമെതിരായ ഒരു ചെറുത്തുനിൽപ്പ് ന്യൂനപക്ഷങ്ങൾ ഉണ്ടാക്കുന്നുവെങ്കിൽ ആ ന്യൂനപക്ഷങ്ങൾക്കിടയിലുള്ള എല്ലാ വിയോജിപ്പുകളും മാറ്റിവെച്ച് അവരെല്ലാം ഒന്നിക്കണമെന്ന് പറയുന്ന ആശയം വളരെ നല്ലതാണ് എന്ന് നമുക്ക് തോന്നും. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ പറയുന്ന മുസ്ലിം സമുദായത്തിനെതിരെ ഉള്ളിൽ തന്നെ മതരാഷ്ട്രവാദികളുണ്ട്, മതമൗലികവാദികളുണ്ട്, ശുദ്ധമതവാദികളുണ്ട്. ഈ വിഭാഗങ്ങളെല്ലാം തന്നെ ഈ പറയുന്ന സംഘപരിവാറിനെതിരായിട്ട്, ഹിന്ദുത്വവാദികൾക്കെതിരായിട്ട് നമുക്ക് ഒന്നിച്ചു കളയാമെന്ന് പറയുമ്പോൾ അവരുടെ ആശയങ്ങൾ
മതേതരവാദികളായ മുസ്ലിം സമുദായത്തിനിടയിലേക്ക് ഇഞ്ചക്ട് ചെയ്യാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. സംഘപരിവാറിന്റെ ഭീഷണി, ഹിന്ദുത്വയുടെ ഭീഷണി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മളെല്ലാം ഒന്നാണ് എന്ന് പറഞ്ഞുകൊണ്ട് കൂട്ടായ്മ ഉണ്ടാക്കിയിട്ട് ആ കൂട്ടായ്മയിലേക്ക് വളരെ സൂക്ഷ്മതയോടുകൂടി പറയുന്ന മതമൗലികവാദവും മതരാഷ്ട്രവാദവും കുത്തിത്തീരാൻ ചിലർ ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. അത് CPM-ന്റെ ഔദ്യോഗിക പൊസിഷനാണ് കേട്ടോ. അതുകൊണ്ടാണ് CPM ലീഗിനോട് ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. CPM എന്താ പറഞ്ഞിരിക്കുന്നത്, പ്രത്യേകിച്ച് പിണറായി വിജയൻ എന്താ പറഞ്ഞത്, നിങ്ങളുടെ പ്രസ്ഥാനത്തിനകത്തേക്ക് ജമാഅത്തുകൾ നുഴഞ്ഞു കയറി കഴിഞ്ഞിരിക്കുന്നു, നിങ്ങളുടെ ആശയങ്ങളെ അവർ തീരുമാനിക്കാൻ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു, നിങ്ങളുടെ പരിപാടികളെ അവർ തീരുമാനിക്കാൻ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അത്തരത്തിൽ ഉള്ള മതമൗലികവാദികളുമായി കൈകോർക്കണോ എന്ന് ലീഗ് പോലൊരു രാഷ്ട്രീയ പ്രസ്ഥാനം ആലോചിക്കണമെന്നാണ് പിണറായി വിജയൻ പറഞ്ഞിട്ടുള്ളത്. അത് തന്നെയാണ് CPM പറഞ്ഞിട്ടുള്ളത്. ഇന്ന് P മോഹനൻ പറയുന്നു അത് തന്നെയാണ്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഈ പറയുന്ന ഹിന്ദുത്വവാദികൾക്കെതിരായിട്ട് യോജിച്ച് നിൽക്കാമെന്ന് പറയുമ്പോൾ ആ യോജിപ്പിന്റെ ആശയത്തിനുള്ളിലേക്ക് ഒരു മതത്തിന്റെ വിദ്വേഷവും ഒരു മതമൗലികവാദവും ഒരു മതരാഷ്ട്രവാദവും കടത്തിവിടാൻ ചിലർ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. ചില വിലയിരുത്തലുകാർ ഇങ്ങനെയാണ്, ലേശം വൈകും. കാര്യങ്ങളെക്കുറിച്ച് വിടുവായത്തരം പറഞ്ഞ് നാട്ടുകാരെ മുഴുവൻ തെറ്റിദ്ധരിപ്പിച്ചതിന് ശേഷം വസ്തുതയെക്കുറിച്ച് പറയുമ്പോൾ ഇതിനി എത്ര പേർ കേൾക്കുമെന്ന് ആർക്കറിയാം. ഈ പറയുന്ന ഉണ്ണി ബാലകൃഷ്ണന് പോലും അറിയാൻ പറ്റില്ല. ഇന്നലകളിൽ പറഞ്ഞ വിവരക്കേടുകൾ നാട് നീളെ കോൺഗ്രസ്സുകാരും ലീഗന്മാരും ചേർന്ന് ഇതാ മുതിർന്ന മാപ്ര സത്യം വിളിച്ചു പറയുന്നു എന്ന നിലയ്ക്ക് ആ വർഗീയ വിഷക്കച്ചവടത്തെ തുറന്നു കാട്ടാൻ ശ്രമിച്ചതിനെ നിങ്ങൾ റദ്ദാക്കാൻ പരിശ്രമിച്ചു. പക്ഷേ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നു. കാര്യം, ഈ നാടിൻ്റെ മതമൈത്രി നഷ്ടപ്പെടാതിരിക്കാനും ഈ നാടിൻ്റെ മതേതരത്വം വീണുടയാതിരിക്കാനും ഇടതുപക്ഷത്തിന് ഉത്തരവാദിത്തമുണ്ട്. പലസ്തീൻ വിഷയത്തിൽ ശക്തമായ നിലപാട് സ്വീകരിച്ചപ്പോൾ ന്യൂനപക്ഷ പ്രീണനമായിരുന്നു. അതിനുശേഷം തെരഞ്ഞെടുപ്പുകളിൽ സകലമാന ന്യൂനപക്ഷ വർഗീയവാദികളെയും ചേർത്ത് നിർത്തി ഇടതുപക്ഷത്തെ തോൽപ്പിക്കാൻ വേണ്ടി ജമാഅത്ത് ഇസ്ലാമിയും SDPഐയും ലീഗിനോടൊപ്പം കൈകോർത്തപ്പോൾ അതിനെ വിമർശിച്ചാൽ അത് ഭൂരിപക്ഷ പ്രീണനമാകും. ഇതുപോലുള്ള തിരുമണ്ടത്തരങ്ങളും വകതിരിവില്ലാത്ത വിലയിരുത്തലുകളും ഉണ്ടാക്കിയിരിക്കുന്ന വലിയ വലിയ അപകടം അത് കുറച്ച് വൈകിയെങ്കിലും തിരിച്ചറിഞ്ഞതിൽ സന്തോഷമുണ്ട്. എന്തായാലും ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷം തുറന്നു കാട്ടാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന കാര്യത്തിൻ്റെ ഉള്ളടക്കത്തെക്കുറിച്ച് ഇപ്പോഴെങ്കിലും ഒഴിഞ്ഞ് നാട്ടുകാരോട് സത്യം വിളമ്പിയല്ലോ, അത് തന്നെയാണ് ഈ നാടിനോട് നിങ്ങൾ ചെയ്തിട്ടുള്ള ഒരു ഗുണമെന്ന് മാത്രമേ പറയാനുള്ളൂ. തെറ്റിദ്ധാരണ പരത്താൻ പലതും നിങ്ങൾ പ്രചരിപ്പിച്ചു കഴിഞ്ഞു. എന്നിരുന്നാലും ഇങ്ങനെ ഒരു യാഥാർത്ഥ്യം ലീഗിനുള്ളിലുണ്ട്. ലീഗിനകത്ത് എന്തുകൊണ്ട് സമസ്ത പ്രശ്നമുണ്ടാക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനകത്ത് മൗദൂദിസ്റ്റുകളും സുഡാപ്പിസ്റ്റുകളും ജമാഅത്ത് ഇസ്ലാമികളെല്ലാം കടന്നു കയറിയിട്ട് ഒറ്റ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് മുസ്ലിം മതത്തെ ഒന്നടങ്കം വർഗീയവൽക്കരിക്കാനുള്ള ശ്രമം കൊണ്ടുപിടിച്ച് നടക്കുന്നുണ്ട്. അതിൽ ജാഗ്രത പുലർത്തണമെന്ന നിർദ്ദേശം CPM തിരിച്ചറിഞ്ഞെങ്കിലും വിവരം കെട്ട പല മാധ്യമ പുങ്കവന്മാർക്കും അതിനെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ ഇള്ളോളം വൈകിയാണെങ്കിലും കുറച്ച് വിവേകവും തിരിച്ചറിവും വന്നത് ഈ നാടിന് ഗുണമാകുമെന്ന് മാത്രമാണ് ഈ സ്റ്റേറ്റ്മെന്റിനെ കുറിച്ച് പറയാനുള്ളത്.